ഇൻസ്റ്റഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ആഡംബര ജീവിതവും മറ്റും ഇന്ന് പുതിയ തലമുറയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ യുവതലമുറ മണി ഡിസ്മോർഫിയ എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ക്രെഡിറ്റ് കർമ്മ എന്ന ധനകാര്യ സ്ഥാപനം അടുത്തിടെ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഏകദേശം 45% ജെൻസിമാരും മില്ലേനിയലുകളും അതിവേഗം സമ്പന്നരാവുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്നവരാണെന്ന് പഠനത്തിൽ സൂചിപ്പിക്കുന്നു. എങ്കിലും 48% ജെൻസിമാരും 59 മില്ലേനിയലുകളും ഈ ലക്ഷ്യം തങ്ങളുടെ പരിധിക്കപ്പുറത്താണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. പണം എങ്ങനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവ് മുൻ തലമുറയെ അപേക്ഷിച്ച് ഇവരിൽ കുറവാണെന്നാണ് ഇത് കാണിക്കുന്നത്. യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന ഈ അവസ്ഥയെയാണ് മണി ഡിസ്മോർഫിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് സ്വന്തം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഇത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും ഭാവിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാടും തമ്മിലുള്ള അന്തരം പുതിയ തലമുറയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പ്രത്യേകിച്ചും യാത്ര, ആരോഗ്യം, തൊഴിൽ, പണം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പുതിയ തലമുറയിൽപ്പെട്ട പലരും അമിതമായി ആശങ്കപ്പെടുന്നുണ്ട്. ഇതാണ് മണി ഡിസ്മോർഫിയയുടെ പ്രാഥമിക കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയയും മറ്റും ആളുകളെ പലതരത്തിലുള്ള ആഡംബര ജീവിത ശൈലികളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതവും അത്തരത്തിൽ ആക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നു. അനുയോജ്യമായ ജീവിതശൈലികൾ തേടിയുള്ള ഈ നിരന്തരമായ കടന്നുചെല്ലൽ ഇത്തരം ഉത്കണ്ഠ സൃഷ്ടിക്കും. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈക്കാട്രിസ്റ്റ് ലോ ലാൻഡ്രേ ഡോക്കുനെ വ്യക്തമാക്കി. കൂടാതെ മണി ഡിസ്മോർഫിയ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടി മാത്രം അമിതമായി പണം ചെലവഴിക്കുന്നതിലേക്കും നയിച്ചേക്കാം. ഉദാഹരണത്തിന്, കുട്ടിക്കാലത്ത് വളരെ ദാരിദ്ര്യം അനുഭവിച്ച ആളുകൾ ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ വളർച്ച സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന പ്രവണതയും ഇതിൽ കണ്ടുവരുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ക്രെഡിറ്റ് കർമ്മ സർവേ പ്രകാരം താൻ ഒരിക്കലും പണക്കാരനാകില്ലെന്നാണ് കരുതുന്നതെന്ന് മണി ഡിസ്മോർഫിയ ഉള്ള 69% പേരും പറയുന്നു. കൂടാതെ എത്രയും വേഗം സമ്പന്നരാകണമെന്ന അമിതമായ ആഗ്രഹം സാമ്പത്തികപരമായി പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് 95% പേരും പറയുന്നത്. വീട് വാങ്ങുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനും പകരം അമിതമായി പണം ചെലവഴിക്കുന്നത് അവരെ കടബാധ്യതയിലേക്കും തള്ളിവിടുന്നു. മണി ഡിസ്മോർഫിയയെ എങ്ങനെ മറികടക്കാം? സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സ്വയം ആളുകൾ വിലയിരുത്തുക എന്നതാണ് ഈ അവസ്ഥ മറികടക്കുന്നതിനുള്ള ഏക മാർഗമെന്ന് ഫോർച്യൂണിനെ പ്രതിനിധീകരിച്ച് ക്രെഡിറ്റ് കർമ്മയിലെ ഉപഭോക്തൃ സാമ്പത്തിക അഭിഭാഷകനായ കോട്നി അലിവ് പറഞ്ഞു. സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി യഥാർത്ഥമായ പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ധാരണ നേടുന്നത് സാമ്പത്തിക സാക്ഷരത വികസിപ്പിക്കും. ഇതിനു പുറമെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയവും തെറ്റിദ്ധാരണയും ഒഴിവാക്കും. സോഷ്യൽ മീഡിയയുടെയും സെലിബ്രിറ്റികളുടെയും സ്വാധീനം മണി ഡിസ്മോർഫിയ വർദ്ധിപ്പിക്കും. കാരണം ഗ്ലാമറസ് ജീവിതം നയിക്കുന്ന ആളുകൾ പണം ചെലവഴിക്കുന്നത് കാണുമ്പോൾ ആളുകളെ അത് കൂടുതൽ ആകർഷിക്കും. ടച്ച് ഡൗൺ മണിയുടെ സ്ഥാപകനായ സ്കോട്ട് ലീബൻമാൻ പറഞ്ഞു, വരുമാനത്തിന്റെയും ചെലവുകളുടെയും വ്യക്തമായ ധാരണയോടുകൂടി പ്രതിമാസ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മണി ഡിസ്മോർഫിയ നിയന്ത്രിക്കാൻ സഹായിക്കും.